നമുക്ക് പത്രവാർത്തകളിലൂടെ ഒന്ന് പോകാം. പത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളല്ല, കാരണം അതൊക്കെ നമ്മൾ വലിയ വാർത്തകളായി തന്നെ നൽകുന്നുണ്ട്. അതല്ലാതെ മറ്റു ചില വാർത്തകളിലേക്കാണ് പോകുന്നത്. നമ്മൾ സാധാരണ പറയാറില്ല, ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണമെന്ന്. അത്തരം ഒരു വാക്ക് പറഞ്ഞിട്ട് അത് വാക്കായി തന്നെ എടുത്തിരിക്കുന്ന ഒരാളെ പറ്റിയാണ്. തോറ്റാൽ പേര് മാറ്റുമെന്ന് പ്രഖ്യാപനം, വാക്ക് പാലിച്ച് YSR നേതാവെന്നാണ്. ആന്ധ്രയിൽ YSR കോൺഗ്രസ് മുതിർന്ന നേതാവ് മുദ്രഗാഡ പത്മനാഭം തന്റെ പേര് പത്മനാഭ റെഡ്ഡി എന്ന് മാറ്റി. മനോരമയിലെ വാർത്തയാണ്. പത്മനാഭ റെഡ്ഡി എന്ന പേര് മാറ്റിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനസേന പാർട്ടി അധ്യക്ഷൻ പവൻ കല്യാണിനെ പരാജയപ്പെടുത്തുമെന്നും ഇല്ലെങ്കിൽ താൻ പേര് മാറ്റുമെന്നുമാണ് ഇദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് കാര്യം പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ ഏറ്റവും നല്ല കാര്യം എന്താ, വാക്ക് മാറ്റുക എന്നുള്ളതാണ്. വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. വാക്ക് പാലിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് മനോരമ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പേജിൽ നൽകിയിരിക്കുന്ന ഒരു വാർത്ത. മാതൃഭൂമിയിലേക്ക് പോകുമ്പോൾ KSRTC രക്ഷപ്പെടുമെന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. എങ്ങാനും രക്ഷപ്പെടുമെന്ന് തോന്നിയാൽ അത് രക്ഷപ്പെടാതിരിക്കാനുള്ള മാർഗങ്ങൾ കൂടെ KSRTCയുടെ തന്നെ കൈവശമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു വാർത്തയാണ്. അതായത് നിലവിലെ ടിക്കറ്റ് മെഷീൻ, അതായത് നിലവിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടിക്കറ്റ് മെഷീൻ ഏതാണ്ട് 78 ലക്ഷം രൂപ മുടക്കി നന്നാക്കി ഉപയോഗിക്കാമെന്നിരിക്കെ വീണ്ടും ഓരോ ദിവസവും 3 ലക്ഷം രൂപ ചെലവ് വരുന്ന രീതിയിൽ പുതിയ ടിക്കറ്റ് മെഷീൻ വാങ്ങാൻ ഒരുങ്ങുകയാണ് KSRTC എന്നുള്ളത് തന്നെയാണ്. അത് വലിയ ബാധ്യത KSRTCക്ക് ഉണ്ടാകുന്നു. ഇപ്പോൾ തന്നെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതെ പരാതിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന KSRTC വീണ്ടും ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ അത് നന്നാകുമെന്നുള്ള നമ്മുടെ പ്രതീക്ഷ വെറുതെയാണ് എന്ന് തന്നെയാണ് മാതൃഭൂമിയിലെ ഈ വാർത്ത പറയുന്നത്. അത് അടുത്ത ദേശാഭിമാനിയിലെ വാർത്തയാണ്. സ്വന്തം ഘടികാര്യസ്ഥത കൊണ്ട് പൂട്ടിപ്പോയ ഒരു സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അധികം ഒന്നും ആലോചിക്കേണ്ടി വരുന്നില്ല. അത് BSNL തന്നെയാണ്. ഈ BSNL കേരളത്തിലെ ആസ്തികൾ വിൽക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് 24 ഇടങ്ങളിലെ വസ്തുക്കൾ വിൽക്കും. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ ടെൻഡറിൽ പങ്കെടുക്കാമെന്നുള്ള വാർത്തയാണ്. BSNL ഉടമസ്ഥതയിലുള്ള വസ്തുക്കൾ വിൽക്കാൻ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് കേരള സർക്കിൾ. അത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പങ്കെടുക്കാമെന്നുള്ളത് കൊണ്ട് പ്രേക്ഷകർക്കും പണം കയ്യിലുണ്ടെങ്കിൽ ഇവരുടെ കൂടി ആസ്തികളൊക്കെ വിൽക്കുന്നുണ്ട്, എവിടെയെങ്കിലും വിൽക്കാൻ ആവശ്യമുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയെടുക്കാമെന്നുള്ളതാണ് കേട്ടോ. നിഷ്ഫലമായ ഉത്തരവുകൾ, കുറിപ്പടി മാറ്റാതെ ഡോക്ടർമാർ എന്നാണ് മാധ്യമത്തിലെ വാർത്ത. ഈ ഡോക്ടർമാരുടെ കൈയക്ഷരം എന്ന് പറയുന്നത് അത് ലോക പ്രശസ്തമാണ്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, വളരെ മോശം കൈയെഴുത്തുള്ള കുട്ടികളൊക്കെ നമ്മൾ ചോദിക്കും, എന്താ ഡോക്ടർമാരെ കുറിപ്പടി എഴുതിയതുപോലെ. ഇത് മാറ്റണമെന്നുള്ള നിർദ്ദേശം വർഷങ്ങളായി ഡോക്ടർമാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഇപ്പോഴും പാലിക്കപ്പെടുന്നില്ല. ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഡോക്ടർമാർ ഇപ്പോഴും കുറിപ്പടികൾ എഴുതുന്നു എന്നുള്ള വാർത്തയാണ് മാധ്യമം കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ലോകാരോഗ്യ സംഘടനയും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലും ഫാർമസിസ്റ്റുകളുടെ സംഘടനയുമെല്ലാം ഡോക്ടർമാരുടെ മോശം കൈപ്പടയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നെങ്കിലും എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ കുറിപ്പടി എഴുതാൻ ഡോക്ടർമാർ ഇപ്പോഴും സന്നദ്ധരല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ കൈയക്ഷരം നന്നാക്കാൻ നിങ്ങൾ നിൽക്കേണ്ട എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ പലയിടങ്ങളിലും ഇപ്പോഴും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ കുറിപ്പടി എഴുതുന്ന ഡോക്ടർമാർ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ് എന്നാണ് പറയുന്നത്. അത് മാധ്യമത്തിലെ വാർത്തയാണ്. ഇനി സിറാജിലേക്ക് പോകുമ്പോൾ പച്ചക്കറി സംഭരണം പാളി എന്നുള്ളത് പ്രേക്ഷകർക്കറിയാം. ഇന്നലെ ഷിജോക്കെ തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ടായിരുന്നു. എല്ലാ തരത്തിലും പച്ചക്കറിയും മീനും മത്സ്യവും ഒക്കെ വലിയ വിലവർദ്ധനവിലാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിലവർദ്ധനവ് നമ്മളെയും ബാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇതിൽ പറയുന്നത് ഈ സംഭരണം പാളി എന്നുള്ളതാണ്. ഹോർട്ടിക്കൊപ്പൊന്നും പച്ചക്കറി നേരത്തെ സംഭരിച്ചുകൊണ്ട് കുറഞ്ഞ വിലയിൽ പൊതുമാർക്കറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള ഒരു വാർത്തയാണ് സിറാജ് നൽകുന്നത്. അത് എനിക്ക് തോന്നുന്നു ആ പത്രം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലാണ് അതിനൊരു വാർത്തയാവേണ്ടത് എന്ന് തോന്നുന്നു. അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് സ്ഥിരം കാര്യം തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് ഒരു വാർത്തയാവേണ്ട കാര്യമുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ശരി.